ഹലോ ഗായ്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് സാധാരണ ഒരു ബേസിക് ചീര തോരനാണ്. ഇവിടെ UK വന്നിട്ട് ബേസിക് കുക്കിംഗ് അറിഞ്ഞിരിക്കണമല്ലോ എല്ലാവരും. ഇവിടെ ഇങ്ങനെയാണ് ചീര കിട്ടുന്നത്. ഞാൻ 2 ബൗൾ നിറച്ച് ചീര എടുത്ത് വെച്ചിട്ടുണ്ട്. ആദ്യം തന്നെ നമുക്കിതൊന്ന് കഴുകിയെടുക്കാം. നന്നായിട്ട് ഒരു 3-4 വട്ടം നന്നായി കഴുകി അരിയുന്നതിന് മുമ്പ് കഴുകണം, കാരണം അല്ലെങ്കിൽ കുഴഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പം ഇങ്ങനെ നന്നായിട്ട് കഴുകി എടുക്കുക. ഇത് ഇത്രയും ഉണ്ടെന്ന് കണ്ടാൽ പോലും ഉണ്ടാക്കി വരുമ്പോഴത്തേന് ഒന്നും കാണത്തില്ല. അപ്പോൾ അതിങ്ങനെ ചെറുതായിട്ട് നന്നായി കഴുകിയിട്ട് നന്നായി കട്ട് ചെയ്യുക. കട്ട് ചെയ്തിട്ട് ഒരു ബൗളിലേക്ക് മാറ്റി വെക്കാം. നമുക്ക് ഇത് ആ ബൗളൊക്കെ നിറഞ്ഞിരിക്കും, പക്ഷേ പേടിക്കേണ്ട. അത് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്യുക. നിങ്ങൾ അങ്ങനെ സൈസൊന്നും നോക്കണ്ട, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നീളത്തിലോ എങ്ങനെയാണെന്ന് വെച്ചാൽ കട്ട് ചെയ്തെടുക്കാം. ഞാൻ ഇതിൻ്റെ കൂടെ തേങ്ങ ഇടുന്നുണ്ട്. ഇവിടെ ഇങ്ങനെ ഫ്രോസൺ തേങ്ങ കിട്ടുന്നത്, അതുകൊണ്ട് ഇത് നമുക്ക് ഒന്ന് പൊടിഞ്ഞ് കിട്ടാൻ വേണ്ടി ഞാൻ ഓവനിലൊരു 1.5 മിനിറ്റ് ഒരു ചൂടാക്കാൻ വെക്കുന്നുണ്ട്. എങ്കിൽ മാത്രമേ നമുക്കൊന്ന് പൊടിഞ്ഞ് കിട്ടത്തുള്ളൂ. എനിക്ക് നമ്മുടെ നാട്ടിലെ തേങ്ങ പോലെ ഇതേപോലെ നമുക്ക് പൊടിഞ്ഞ് കിട്ടും. ഒരു 1.5 മിനിറ്റ് ചൂടാക്കിയാൽ മതി, അങ്ങനെ നമുക്ക് പൊടിഞ്ഞ് കിട്ടും. അതിനുശേഷം നമുക്ക് ഇത് തേങ്ങ ഈ ചീരക്കകത്തോട്ട് ഇടാം. അത് കഴിഞ്ഞ് കൈവച്ച് നന്നായിട്ട് ഞെരടി അത് മുഴുവനും ഒന്ന് യോജിപ്പിച്ചെടുക്കുക. തേങ്ങ ഒരുപാട് കൂടിപ്പോയാൽ ചീരയുടെ കളറൊക്കെ ചേഞ്ച് ആവാൻ ചാൻസ് ഉണ്ട്. നമുക്ക് ഇനി പാനിലേക്ക് കുറച്ചെണ്ണ മതി, കാരണം ഇതിനകത്ത് എന്ത് കൂടിയാലും ചീര കുഴഞ്ഞു പോകും. ഒരു 1/2 സ്പൂൺ അല്ലെങ്കിൽ 3/4 സ്പൂൺ കടുക്, ജീരകപ്പൊടി ഉണ്ടെങ്കിൽ ജീരകപ്പൊടി ഇടാം. എൻ്റെ കയ്യിൽ അതില്ലാത്തത് കൊണ്ട് ഞാൻ ചെറിയ ജീരകമാണ് ഇടുന്നത്. അതൊന്ന് ജസ്റ്റ് വറുത്ത് വരുമ്പോഴത്തേന് നമുക്കിവിടെ കൊച്ചുള്ളി ഇങ്ങനെ ഫ്രോസണാണ് ഇവിടെ കിട്ടുന്നത്. നാട്ടിലെ പോലെ ഒന്നും ഫ്രഷ് ഒന്നും അല്ലായിരിക്കും. അപ്പോൾ ഇത് ഞാനങ്ങ് മുഴുവനേ ഇടുകയാണ്. എന്നിട്ട് ലാസ്റ്റ് നമുക്കത് ഉടച്ചെടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് കുറച്ച് നിങ്ങൾക്ക് എരിക്ക് ആവശ്യമുള്ള മുളകും ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ, ഇഞ്ചിയും വെളുത്തുള്ളിയും അരിഞ്ഞിടാൻ സാധനം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇടാം. എൻ്റെ കയ്യിൽ അതൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് പേസ്റ്റ് ഇടുന്നത്. നന്നായിട്ട് അതൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ചീര അതിലേക്ക് ഇടാം. ചീര ഒരു 3-4 മിനിറ്റ് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നന്നായിട്ടെല്ലാം യോജിപ്പിച്ച് കൊടുക്കുക. അടച്ച് വെക്കരുത്. അടച്ച് വെച്ചാൽ വീണ്ടും വെള്ളം കയറി കുഴഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇപ്പോഴാണ് ആക്ച്വലി നമ്മൾ ഈ ഒരു 2 മിനിറ്റ് ഒന്ന് ഇളക്കി കഴിഞ്ഞിട്ടേ നമ്മൾ ഉപ്പ് ചേർക്കാവൂ. ആദ്യമേ ഉപ്പ് ചേർത്താലും ചീര കുഴഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. സോ ഉപ്പ് ചേർക്കുക, നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഉപ്പ് ഇപ്പോൾ ടേസ്റ്റ് ഒന്നും ചെയ്യേണ്ട. കുക്കായി കഴിഞ്ഞിട്ട് അത് ഇതേപോലൊക്കെ ഒന്ന് വറ്റി വരണ്ട്. കണ്ടോ, ഒരുപാടുണ്ടായിരുന്നു, പക്ഷേ ഉണ്ടായി വരുമ്പോഴത്തേന് നമുക്ക് ആകെ ഒരു പിടിക്കേ കാണും. വെള്ളമെല്ലാം വറ്റിയിട്ടുണ്ട്. വെള്ളമൊക്കെ നന്നായിട്ട് ഉണ്ടായിരുന്നു, എല്ലാം വറ്റി. ഒരു ചെറിയ ഫ്ലെയിമിലിട്ട് ഇളക്കിക്കൊണ്ട് ഇരുന്നാൽ മതി. ഈ ഉള്ളിയൊക്കെ ഇങ്ങനെ മുഴുവനായിട്ട് കിടക്കുന്നതെല്ലാം ഒന്ന് ഉടച്ചങ്ങ് ലാസ്റ്റിൽ കൊടുത്താൽ മതി. ആദ്യമേ കട്ട് ചെയ്ത് ഇടണം എന്നൊന്നുമില്ല. നന്നായിട്ട് എങ്ങനെ ഉടച്ച് ചേർക്കാം. ലാസ്റ്റിൽ ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് വീണ്ടും ആഡ് ചെയ്യാവുന്നതാണ്. ചീര റെഡിയായി. ഇത്രയേ ഉള്ളൂ. വെരി സിമ്പിൾ. സോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.